വെറും 3 മിനിറ്റിനുള്ളിൽ ഒരു വെബ്സൈറ്റ് വെർസൽ എന്നുള്ള ടൂൾ യൂസ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്താലോ? അതിനാദ്യം ബ്രൗസർ ഓപ്പൺ ചെയ്യുക, വെർസൽ എന്ന് സെർച്ച് ചെയ്യുക, ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, സൈനപ്പ് കൊടുത്തിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ലോഗിൻ ചെയ്യുക. പ്രൊജക്റ്റിന് വെർസലിലോട്ട് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ന്യൂ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, പ്രൊജക്റ്റുമ്പോൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്രൊജക്റ്റ് ഉണ്ടാവുക ഗിറ്റ്ഹബിലാണ്. ഗിറ്റ്ഹബിൽ നമ്മളെ റെപ്പോസിറ്ററി ഏതാണോ ആ റെപ്പോസിറ്ററി നോക്കിയിട്ട് ആദ്യം ഗിറ്റ്ഹബിനെ കണക്ട് ചെയ്യുക. വെർസലായിട്ട് ഗിറ്റ്ഹബിനെ കണക്ട് ചെയ്യുക. ഓതറൈസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി എല്ലാ റെപ്പോസിറ്ററി സെലക്ട് ചെയ്യണോ അതോ സെലക്ടഡ് റെപ്പോസിറ്ററി മതിയോ എന്ന് ചോദിക്കും. ഞാനിപ്പോൾ തൽക്കാലം ഓൺലി സെലക്ടഡ് റെപ്പോസിറ്ററി കൊടുക്കുന്നു. സെലക്ട് റെപ്പോസിറ്ററി ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്രൊജക്റ്റിൻ്റെ റെപ്പോസിറ്ററി സെലക്ട് ചെയ്തു. ഇൻസ്റ്റാൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ ഗിറ്റ്ഹബിലെ റെപ്പോസിറ്ററി. ഈ റെപ്പോസിറ്ററിയിൽ ഇമ്പോർട്ട് എന്നുള്ള ബട്ടൺ ഉണ്ടാവും, അതിന് ക്ലിക്ക് ചെയ്യുക. ഇത് വെർസലിലോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനൊരു വിൻഡോ വരും. ഇതിൽ നമ്മുടെ ഫ്രെയിം വർക്ക് ഏതാണോ അത് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഞാൻ ഈ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളത് വീറ്റ് യൂസ് ചെയ്തിട്ടാണ്. നിങ്ങൾ നിങ്ങളുടെ ഫ്രെയിം വർക്ക് സെലക്ട് ചെയ്തതിന് ശേഷം ഡിപ്ലോയ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വിത്തിൻ സെക്കൻഡ് കൊണ്ട് ഇത് ക്രിയേറ്റ് ആവും. പ്രൊജക്റ്റിൻ്റെ ലെങ്ത്തിനനുസരിച്ചിരിക്കും. ഇപ്പോൾ പ്രൊജക്റ്റ് വലിയ പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനൊരു വിൻഡോ വരും. ഇതിൽ കണ്ടിന്യൂ ഡാഷ്ബോർഡ് കൊടുത്തതിന് ശേഷം നമ്മുടെ വെബ്സൈറ്റാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. വെബ്സൈറ്റിൻ്റെ പ്രിവ്യൂ. ഇവിടെ വിസിറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ടാവും. ഇതുമ്മ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ടാബിൽ അതിൻ്റെ ലിങ്ക് പ്രിവ്യൂ ഓപ്പൺ ആയിട്ടുണ്ടാവും. ഓക്കെ, വെർസലിൽ ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് ഹോസ്റ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് വെർസൽ ഡോട്ട് എന്ന് പറഞ്ഞിട്ടൊരു URL കൂടെ കാണാൻ കഴിയും. അപ്പോൾ ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്.